ഹായ് ഹലോ നമസ്കാരം. അമദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബീറ്റ്റൂട്ടും ക്യാപ്സിക്കവും വെച്ചിട്ട് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് വെളിച്ചെണ്ണ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഒരു 2 പിഞ്ച് ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ജീരകവും കടുകും നന്നായി പൊട്ടി വരട്ടെ. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ടില്ല. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാള ഇതുപോലെ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് മാത്രം സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. നമുക്ക് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. സവാള നന്നായി ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് സവാളയുടെ അതേപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് കഷ്ണങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതേപോലെ നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. 2 മീഡിയം ബീറ്റ്റൂട്ടാണിത്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും ബീറ്റ്റൂട്ടും എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പാത്രത്തിൻ്റെ നടുക്കാക്കി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ബീറ്റ്റൂട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കാം. നമുക്ക് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമയമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒരു വലുതാണ്. അതും ഇതേപോലെ ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണം പോലെ തന്നെ നീളത്തിന് അരിഞ്ഞതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവില്ല, അതുകൊണ്ടാണ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത്. ബീറ്റ്റൂട്ടും ക്യാപ്സിക്കവും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് മാത്രം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വെന്തുടയേണ്ട, ചെറിയൊരു ക്രിസ്പ്നെസ് കാണണം അതിൽ. അടപ്പ് തുറന്ന് നോക്കാം. നമുക്ക് ക്യാപ്സിക്കവും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ബീറ്റ്റൂട്ടും ക്യാപ്സിക്കവും ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതും കൂടി ചേർത്തിട്ട് 1/4 ടീസ്പൂണിൽ കുറവ് മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർക്കുമ്പോൾ ക്യാപ്സിക്കത്തിൻ്റെയും കൂടെ ആ ഫ്ലേവറുമായിട്ട് നല്ല യോജിച്ച് പോകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. നമുക്ക് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഇതിൽ കിട്ടും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീറ്റ്റൂട്ട് ക്യാപ്സിക്കം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിലേക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനുടനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതുപോലെ നല്ലൊരു ഐറ്റമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.